അഭിഷേകം പകരണമേ, എന്നെ സഭയിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ എന്നിലൂടെ ഒഴുകണമേ. അഭിഷേകം പകരണമേ, എന്നെ സഭയിൽ നിറയണമേ. എന്നിലെ തടസ്സങ്ങൾ ഞാൻ നീക്കാം, എന്നിലെ അശുദ്ധികൾ ഞാൻ നീക്കാം. എന്നിലെ തടസ്സങ്ങൾ ഞാൻ നീക്കാം, എന്നിലെ അശുദ്ധികൾ ഞാൻ നീക്കാം. പരിശുദ്ധാത്മാവേ എന്നിലൂടെ ഒഴുകണമേ. അഭിഷേകം പകരണമേ, എന്നെ സഭയിൽ നിറയണമേ. ആദിമസഭയിൽ പകർന്നതുപോ അളവില്ലാതെന്നു പകരണമേ. ആദിമസഭയിൽ പകർന്നതുപോ അളവില്ലാതെന്നു പകരണമേ. പരിശുദ്ധാത്മാവേ എന്നിലൂടെ ഒഴുകണമേ. അഭിഷേകം പകരണമേ, എന്നെ സഭയിൽ നിറയണമേ. ഉള്ളിലെ മുറിവുകൾ ഉണക്കണമേ, ഹൃദയത്തിൻ വേദന അകറ്റണമേ. ഉള്ളിലെ മുറിവുകൾ ഉണക്കണമേ, ഹൃദയത്തിൻ വേദന അകറ്റണമേ. പരിശുദ്ധാത്മാവേ എന്നിലൂടെ ഒഴുകണമേ. അഭിഷേകം പകരണമേ, എന്നെ സഭയിൽ നിറയണമേ. പാപികൾക്ക് അനുതാപം വരുത്തണമേ, തണുത്തവരിൽ അഗ്നി പകരണമേ. പാപികൾക്ക് അനുതാപം വരുത്തണമേ, തണുത്തവരിൽ അഗ്നി പകരണമേ. പരിശുദ്ധാത്മാവേ എന്നിലൂടെ ഒഴുകണമേ. അഭിഷേകം പകരണമേ, എന്നെ സഭയിൽ നിറയണമേ. ആദ്യ സ്നേഹം വിട്ടുമാറിയവർ മടങ്ങി വരാൻ ശക്തി അയക്കണമേ. ആദ്യ സ്നേഹം വിട്ടുമാറിയവർ മടങ്ങി വരാൻ ശക്തി അയക്കണമേ. പരിശുദ്ധാത്മാവേ എന്നിലൂടെ ഒഴുകണമേ. അഭിഷേകം പകരണമേ, എന്നെ സഭയിൽ നിറയണമേ. അത്ഭുതങ്ങൾ അടയാളങ്ങളും അതിശക്തമായെന്നു വെളിപ്പെടട്ടെ. അത്ഭുതങ്ങൾ അടയാളങ്ങളും അതിശക്തമായെന്നു വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ എന്നിലൂടെ ഒഴുകണമേ. അഭിഷേകം പകരണമേ, എന്നെ സഭയിൽ നിറയണമേ. അടിമനുകങ്ങളെ തകർക്കണമേ, ദേശത്തിൽ വീടുകൾ നീ അയക്കണമേ. അടിമനുകങ്ങളെ തകർക്കണമേ, ദേശത്തിൽ വീടുകൾ നീ അയക്കണമേ. പരിശുദ്ധാത്മാവേ എന്നിലൂടെ ഒഴുകണമേ. അഭിഷേകം പകരണമേ, എന്നെ സഭയിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ എന്നിലൂടെ ഒഴുകണമേ. അഭിഷേകം പകരണമേ, എന്നെ സഭയിൽ നിറയണമേ. Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, അമേരിക്കയിലുള്ള മലയാളികൾ ഇതിനേക്കാളും ഉറക്കെ പറയും. നമ്മളെല്ലാം മലയാളീസ്. അമേരിക്കയിലുള്ള മലയാളി പറയും പോലെ നിങ്ങൾ പറയണം. എന്നില്ല ഞാൻ പ്രസംഗിച്ച് തുടങ്ങത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് യോഗ്യനാ.
നമ്മൾ യോഗ്യന, കർത്താവ് യോഗ്യന. അതുകൊണ്ടാണ് നമ്മൾ ഓരോ രാജ്യങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. പിതാക്കന്മാരുടെ കണ്ണുനീരും ഉപവാസവും പ്രാർത്ഥനയാ നമ്മൾ ഓരോരുത്തരും പലയിടങ്ങളിലായിരിക്കുന്നതും. മറന്നു പോകരുത്, ആ ദൈവത്തെ നാം എവിടെ ആയിരുന്നാലും ഉച്ചത്തിൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ഉറക്കെ ദൈവത്തെ സ്തുതിക്കുന്നവർക്ക് അനുഗ്രഹമാണ്. അവന്റെ തലമുറയെ ദൈവം അതുപോലെ ഉയർത്തുന്ന ദൈവം അത്രേ. ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനും ഇതുപോലെ വിളിച്ച് തൊണ്ട തുറന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അമ്പലവും കുളവും കാവും അപ്രകാരം പൂജയുമായിരുന്ന ഒരുവനെ സൗദി അറേബ്യയിൽ ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് ദൈവം ഇറങ്ങി മുറിക്കകത്ത് വന്ന് വിളിച്ചിറക്കി. ആ വിളിച്ചിറക്കിയ എന്നെ എനിക്ക് എങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയും? എനിക്ക് നിങ്ങളെപ്പോലെ പാരമ്പര്യം പറയുവാനില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ഏറെ തലമുറയെ കുറിച്ച് പറയുവാനില്ല. എനിക്ക് പറയാനൊന്നുണ്ട്. ഹല്ലേലൂയ. വളരെ ഞാൻ ജനിച്ചത് മുതൽ എത്രയോ വർഷക്കാലം വിഗ്രഹങ്ങളെ ആരാധിച്ച് ഇന്ന് തിരുവനന്തപുരം എയർപോർട്ടിനകത്തിരിക്കുന്ന ആ വലിയ ദേവീ ക്ഷേത്രത്തിൻ്റെ കുടുംബത്തിൻ്റെ അംഗമായിരുന്ന എന്നെ സൗദി മരുഭൂമിയിൽ എൻ്റെ യേശു എൻ്റെ മുറിക്കകത്ത് ഇറങ്ങി വന്നിട്ട് ഇതുപോലെ വിളിച്ചു പറഞ്ഞു, ഞാൻ യേശുവാകുന്നു, നീ എന്നെ വിശ്വസിക്കുക. ആ ദൈവം ഈ രാത്രി ഇവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ സഭയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, മെഗാ ചർച്ച് ഒന്നുമല്ല ദൈവത്തിന് ഒരു വിഷയം. ഇന്ന് പല മെഗാ ചർച്ചുകളും 100-ൽ നിന്നും ഹല്ലേലൂയ 0-ലോട്ട് വരുമ്പോൾ ഇന്ന് പല ചർച്ചുകളും 0-ൽ നിന്ന് തുടങ്ങുന്നവർ 100-ലോട്ട് പോകുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ സഭയിലെ ഓരോ വ്യക്തികളെയും ഞാൻ ഓർത്ത് സ്തുതിക്കുകയാണ്. വിശേഷം ഇവിടുത്തെ വർഷിപ്പ് ടീം സച്ച് വണ്ടർഫുൾ. ഒന്ന് കൈയടിച്ചാട്ടെ. ഹല്ലേലൂയ, ഒന്ന് കൈയടിച്ചാട്ടെ. സച്ച് വണ്ടർഫുൾ വർഷിപ്പ് ടീം. ഹല്ലേലൂയ. അടുത്ത കാലത്ത് ഞാൻ ഹല്ലേലൂയ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു മീറ്റിങ്ങിലും ഇതുപോലൊരു വർഷിപ്പ് ടീം ഞാൻ കണ്ടില്ല. ഞാൻ അമേരിക്കയിൽ ദൈവം ധാരാളമായി ഉപയോഗിക്കട്ടെ. നല്ല പേര്, എന്തോ പേര്? സറാഫി. ഈ പേര് അമേരിക്കയിൽ ഇടണം. പ്രൈസ് ദി ലോർഡ്. ഇത് കോപ്പി ചെയ്തുകൊണ്ട് പോകുക. നല്ല കാര്യങ്ങൾ എപ്പോഴും കോപ്പി ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ പാസ്റ്റർ ഹെബിയെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഫോണിൽ കൂടി സംസാരിക്കുകയും ഞാൻ അവിടെ ഇരുന്നു അദ്ദേഹത്തെ കാണുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയം കാണുമായിരുന്നു. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, അതിനകത്ത് ഒരു ഫോർമാലിറ്റി നോക്കില്ല. ഞാൻ പറഞ്ഞത് ആ കർത്താവ് വായിക്കണമെങ്കിൽ ഇതാ വേഗം ഞാൻ വരികയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്രകാരം വരുവാൻ, അദ്ദേഹത്തെ കാണുവാനും ഹല്ലേലൂയ ആ ഭവനത്തിലായിരിക്കാനും അദ്ദേഹത്തിന് കൊടുക്കുന്ന ഭാര്യ സഹോദരിയും പ്രായത്തെക്കാളും എത്രയോ മെച്ചൂടാ, ആത്മീയമായിട്ട് എത്രയോ മെച്ചൂടാ. അത് അദ്ദേഹത്തിനൊരു ഭാഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് സംശയമില്ല, ഈ സഭ വളരും. ഈ സഭ ഈ പട്ടണത്ത് വളരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനേക ജനങ്ങളെ ദൈവം ഈ സഭയിൽ അയക്കുവാൻ പോകുകയാണ്. ഈ മീറ്റിംഗ് കഴിയുന്നതോട് ബന്ധിച്ച അനേകം പേരെ, അനേകം ഊനമുള്ള ഹല്ലേലൂയ ആടുകളെ ദൈവം ഇവിടെ അയച്ച് കർത്താവിൻ്റെ ദാസനിൽ കൂടി മുറിവ് കെട്ടി സൗഖ്യമാക്കുവാൻ പോകുകയാണ് ദൈവം. വിശ്വസിക്കുന്നവർ കൈയെടുത്ത് ശ്രദ്ധിച്ചാട്ടെ. അതുപോലെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബ്രദർ ഷിബുവിനെയും കുടുംബത്തെയോട് ശ്രദ്ധിക്കുന്നു. ദാസിന് വലിയൊരു കൈത്താങ്ങാൻ നിൽക്കുന്ന ബദർ. എനിക്കൊരു സംശയമില്ല, ഒരു ഏലിയാവിനെയും ഒരു എളൈച്ചേനെയും ദൈവം ഉപയോഗിച്ചതുപോലെ ഇവരെ രണ്ടുപേരെയും ഈ ഹല്ലേലൂയ ഈ മെൽബണിൽ മാത്രമല്ല, ഹല്ലേലൂയ ഇത് ഓസ്ട്രേലിയയിൽ ഒതുങ്ങി നിൽക്കുന്ന ശുശ്രൂഷ എല്ലാവരും രണ്ടുപേർക്കും ദൈവം കൊടുത്തിരിക്കുന്നത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദൈവം ഇവരെ അയക്കാൻ പോവുകയാണ്. സന്തോഷമുള്ള ദൈവമക്കളെ കരുതേണ്ടി സ്തുതിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, ദി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. പെട്ടെന്ന് നമുക്കൊരു വേർഡ് വയ്ക്കാം. സമയാല്പയമുള്ളൂ. അല്പസമയത്തിനുള്ളിൽ പ്രാപിക്കേണ്ടത് പ്രാപിച്ചോളാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാപിക്കാൻ 1 മണിക്കൂറൊന്നും വേണ്ട, 2 മണിക്കൂർ വേണ്ട, 1 സെക്കൻഡ് മതി. ആമേൻ. കർത്താവിൻ്റെ ദാസൻ ഷിബു വർഗീസ്, അദ്ദേഹത്തോട് ഞാൻ ശനിയാഴ്ച സിറ്റിലോട്ട് കടന്നു പോകുന്നുണ്ട്. ഞങ്ങളും ഇമെയിലിൽ കൂടെയുള്ള ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. സ്വതന്ത്രം കൃതദാസനെ കണ്ടിൽ വളരെ സന്തോഷം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ സകലവരെയും. ഇവിടെ സകല ദൈവത്തിൻ്റെ വിലയേറെ ദാസന്മാരെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദയവായി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. നിങ്ങളെ പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. അമേരിക്കയിൽ അനേകം പേർ 50 സ്റ്റേറ്റിലും ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഗൾഫ് രാജ്യങ്ങളിൽ, കാനഡയിൽ, സിംഗപ്പൂർ, പല രാജ്യങ്ങൾ, ഇന്ത്യയിൽ പല രാജ്യങ്ങളും ഈ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കും. അവരെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാ, മാനിക്കുന്നവരാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പെട്ടെന്ന് നമുക്ക് ഹല്ലേലൂയ മത്തായി സുവിശേഷത്തിൽ നിന്നും 8:16 ആരും പെട്ടെന്ന് വായിച്ചാട്ടെ. മത്തായി 8:16.
ആമേൻ. അവൻ വാക്കുകൊണ്ട് ദുരാത്മങ്ങളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗ പിതാവാൻ ദൈവമേ, കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, നിന്റെ സാന്നിധ്യം ഞങ്ങളെ മധ്യയിലുള്ളതിനായി ഞങ്ങൾ പിന്നെ അങ്ങ് സ്തുതിക്കുകയാണ്, വാഴ്ത്തുകയാണ്. പരിശുദ്ധാത്മാവേ, നിന്റെ ആത്മാവിൻ്റെ ശക്തി ഇവിടെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുകയാൽ ഞങ്ങൾ പിന്നെ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നിന്റെ ദാസനായ ആടിയൻ കർത്താവേ, തിരുവചനമായി ആ തൃപ്പാദത്തിൽ വീഴുകയാണ്. ഒരു പുത്തൻ കൃപയോടുകൂടി കർത്താവേ, നീ ശക്തമായി എടുത്ത് ഉപയോഗിക്കണമേ. അടിയം വാതിറക്കുമ്പോൾ അങ്ങ് സംസാരിക്കണേ. ഇവിടെ ആയിരിക്കുന്ന സകല വ്യക്തികളെയും എൻ്റെ യേശുവേ, അവർ വന്ന വിഷയത്തിൽ മേലെ അവരോട് സംസാരിക്കണമേ, അവർ അനുഗ്രഹിക്കണമേ, അവർക്ക് വിടുതൽ കൊടുക്കണമേ, സൗഖ്യം കൊടുത്താട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ പ്രൈസ്, ഇതിന് ചുറ്റും നിന്റെ സ്വർഗീയ ദൂതന്മാർ കാവലുള്ളതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഈ മീറ്റിങ്ങിനെതിരായിട്ട് പൊരുതുന്ന ഈ ദേശത്തിന്റെ ശക്തിയെ, മരണത്തെ ജയിച്ചവനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് ശാസിച്ച് അതിന്മേൽ ക്ഷമെടുക്കുകയാണ്. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ അവൻ വാക്കുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, ദുരാത്മകളെ ശാസിച്ചു. കാര്യം എന്നാൽ ഹല്ലേലൂയ, there is power in the name of Jesus, there is the power in the word of God, ഹല്ലേലൂയ. അവന്റെ വാക്കിനും പ്രവർത്തിക്കും ശക്തിയുള്ളതായി തിരുവചനം പറയുന്നു. ദൈവത്തിന്റെ മുന്നിലും മനുഷ്യന്റെ മുന്നിലും എൻ്റെ യേശുവിന്റെ വാക്കിന് ശക്തിയുണ്ടായിരുന്നു. അവനൊന്ന് കൽപ്പിച്ചാൽ മതി. അവൻ വാക്കുകൊണ്ട് കൽപ്പിക്കുന്ന ദൈവം, വാക്കുകൊണ്ട് സകലതും ഒരു വാക്കുന്ന ദൈവം അത്ര എൻ്റെ യേശു. ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന ഏതോ വിഷയത്തിൽ മേലാണോ പ്രിയ സഹോദര സഹോദരി നീ കടന്നു വന്നിരിക്കുന്നത്, ആ വിഷയത്തിൽ മേലെ ദൈവം ചില വാക്കുകൊണ്ട്, ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ തൊട്ടും ഹല്ലേലൂയ കൽപ്പിച്ചും സൗഖ്യം കൊടുക്കുന്ന ദൈവം എന്ന് ചിലത് കൽപ്പിക്കാൻ പോകുകയാണ്. ചിലത് വാക്കുകൊണ്ട് പറഞ്ഞു നിനക്ക് ഹല്ലേലൂയ നീ ആയിരിക്കുന്ന വിഷയത്തിൽ മേലെ എൻ്റെ യേശു ഹല്ലേലൂയ ശക്തമായ വിടുതൽ തന്നുകൊണ്ട് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് നീ ആളും മാറിയവനായിട്ട്, നീ ആളും മാറിയവളായിട്ട് ഇവിടുന്ന് കടന്നു പോകാൻ പോകുകയാണ്. നീ തിരിച്ച് ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ നീ ഇതുവരെ പ്രാർത്ഥിച്ച വിഷയത്തിലുള്ള വിടുതൽ നീ കാണാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം കരുതി ശ്രദ്ധിച്ചാട്ടെ. റെസ്പോണ്ട് ചെയ്യണം പരിശുദ്ധാത്മാവിന്. നമ്മൾ ജീവനുള്ള മീനാണ്, മരിച്ച ചത്ത മീനാണ്. ഡിപ്പെൻഡ് ഓൺ ദി ഫ്ലോ, വെള്ളത്തിനൊത്ത് ഒഴുകി പോകുന്നത് ചത്ത മീനാ. നമ്മൾ ജീവനുള്ള അപ്പൻ്റെ മക്കളാ. അപ്പൻ്റെ സ്വഭാവം നമുക്ക് വേണം. ആ രക്തം നമ്മളുണ്ട്. ആ രക്തം കൊണ്ട് അടങ്ങിയിരിക്കത്തില്ല. ആ രക്തമുണ്ടോ അപ്പനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. തിരുവചനം പറയുമ്പോൾ റെസ്പോണ്ട് ചെയ്യണം. എങ്കിൽ you will receive great blessing. You are going to receive great blessing. നീ ചോദിക്കാത്തതും യാചിക്കാത്തതുമായ കാര്യമായിരിക്കും നീ ഇന്ന് പ്രാപിക്കാൻ പോകുന്നത്. In the name of Jesus. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ വാക്കുകൊണ്ട്, ഓ പള്ളി പ്രമാണിയായ യായിറസിന്റെ മകള് ഓ പ്രൈസ് മരിച്ചു കിടക്കുന്നു. സകലവരും അവനെ കളിയാക്കി. എന്നാൽ പ്രൈസ് ദി ലോർഡ് പുറത്താക്കേണ്ടതിനെ ചിലതിനെ അവൻ പുറത്താക്കിയിട്ട് അവൻ പറഞ്ഞു, ഓ ലിറ്റിൽ ഗേൾ ഗെറ്റ് അപ്പ്, ഷീ ഗോട്ട് അപ്പ്. ഇന്ന് നിന്റെ ജീവിതത്തിലെ ജീവൻ പ്രാപിക്കാതെ വേണം എന്താണ് തടസ്സമായിരിക്കുന്നത് അതിനെ പുറത്താക്കുകയാണെങ്കിൽ, നീ പുറത്താക്കുകയാണെങ്കിൽ ദൈവം ചിലത് കൽപ്പിക്കാൻ പോകുകയാണ്. നിന്റെ കുടുംബ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ, നിന്റെ തലമുറ മേലെ ദൈവം ചിലത് കൽപ്പിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് കേട്ട് ശ്രദ്ധിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ. ശതാധിപൻ ഇങ്ങനെ പറഞ്ഞു, അവൻ്റെ ബാല്യക്കാരൻ ദീനം പിടിച്ച് മരുപ്പാറായി കിടക്കുക. അവൻ ഇങ്ങനെ പറഞ്ഞു, അയ്യോ നീ എൻ്റെ ഫലിക്കത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഒരു വാക്ക് ജസ്റ്റ് വേർഡ്. ഹല്ലേലൂയ. ഇന്ന് എത്ര പേര് പറയും, അയ്യോ കർത്താവേ ഞാൻ യോഗ്യനല്ല, എന്നിൽ കുറവുണ്ട്, ഞാൻ ഇന്ന പൊസിഷനിൽ ജോലി ചെയ്യുന്നതാ, എന്നെ ഹല്ലേലൂയ കാണാൻ എനിക്ക് സൗന്ദര്യമുണ്ട്, ഞാൻ ഭയങ്കര ഹാൻഡ്സമാ, പക്ഷേ ഞാൻ ഭയങ്കര ഫെയർ ആണ്, ഞാൻ സമ്പന്നനാ, ഇതൊക്കെ ഉണ്ട്. എന്നാലും യേശുവേ നിനക്ക് എൻ്റെ ഭവനത്തിൽ വരുവാൻ യോഗ്യതയില്ല. എത്ര പേർക്ക് പറയുവാൻ കഴിയും ഹല്ലേലൂയ. എങ്കിലെന്ന് അവൻ നിന്റെ മൺകൂടാരത്തിൽ അവൻ കടന്നു വരിക. നിന്റെ കുറവുകൾ നീ ഏറ്റവും പറഞ്ഞാൽ മതി. നീ ആരെന്നുള്ളൊരു വിഷയമല്ല, നിന്റെ കുറവ് എന്താണെന്നുള്ളൊരു വിഷയമല്ല, നീ ജസ്റ്റ് പറഞ്ഞാൽ മതി. യേശുവേ എൻ്റെ ജീവിതത്തിൽ ചില കുറവുകളുണ്ട്, എൻ്റെ പുറയിൽ കടന്നു വരുവാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക്
എൻ്റെ ആത്മീയ ജീവിതം നോക്കിയിട്ട്, എൻ്റെ ആത്മീയ വളരെ മുരടിച്ച അവസ്ഥ കണ്ടിട്ട് നീ വന്നൊരു വാക്ക് കൽപ്പിക്കണമേ. എൻ്റെ കുടുംബ ജീവിതത്തിലെ അവസ്ഥ കണ്ടിട്ട് ഒരു വാക്ക് കൽപ്പിക്കണമേ. എൻ്റെ തലമുറയുടെ അവസ്ഥ കണ്ടിട്ട് ഒരു വാക്ക് നീ കൽപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, നീ ആയിരിക്കുന്ന വിഷയത്തിൽ ദൈവം ചെയ്യാൻ പോകുക. Praise the Lord. എത്ര വർഷം കൊണ്ട് ഹല്ലേലൂയ ഒരു ചുവട് മുന്നോട്ട് വെക്കുവാൻ കഴിയാതെ വണ്ണം നിന്റെ ആത്മീയ ജീവിതത്തില്, നിന്റെ കുടുംബ ജീവിതത്തില്, തലമുറയുടെ വിഷയത്തിൽ മേലെ നീ എത്ര നാളുകൊണ്ട് ഹല്ലേലൂയ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുവാൻ കഴിയാതെ വണ്ണം ഇരിക്കുന്നു. ദൈവത്തിൻ്റെ വിഷയമല്ല. ദൈവം ഇന്ന് പറയുന്നു, നിന്റെ അവസ്ഥ കണ്ടിട്ടാ ഞാൻ ഇന്ന് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. നിന്റെ അവസ്ഥ കണ്ടിട്ടാ ഞാൻ ഇന്ന് ഇവിടെ കടന്നു വന്നത്. എന്നാൽ കിടക്കെടുത്ത് നടക്കായെന്ന് നിന്റെ അവസ്ഥയെ ദൈവം ഇന്ന് മാറ്റിമറിക്കാൻ പോകുന്ന ദിവസം അത്രേ. സന്തോഷമുള്ള ദൈവമക്കൾ കരത്തേട് സ്തുതിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ റിസീവ് പവർ ഇൻ ദി നെയിം ഓഫ് ജീസസ്. Praise the Lord. എൻ്റെ ജീവിതത്തിലും ഹല്ലേലൂയ അങ്ങനെയായിരുന്നു. അവനൊരു വാക്ക കൽപ്പിച്ചത്, നീ എന്നെ വിശ്വസിക്കുക, ഞാൻ യേശുവാകുന്നു. അത് കഴിഞ്ഞിട്ട് പല പ്രാവശ്യം നമ്മൾ മുഖാമുഖം സംസാരിക്കുന്ന രീതിയിൽ എൻ്റെ ദൈവം എന്നും എൻ്റെ സംസാരിക്കുന്ന ദൈവം ഞങ്ങൾ എന്നും സംസാരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, മൈ ജീസസ്, മൈ ജീസസ്, മൈ ജീസസ്, ബിക്കോസ് ഐ ഹാവ് ദാറ്റ് മച്ച് ഇൻറ്റിമസി വിത്ത് മൈ ജീസസ്. ഹല്ലേലൂയ. എനിക്ക് അത്രമാത്രം എൻ്റെ യേശുവായിട്ട് ബന്ധമുണ്ട്. ഒരു ദിവസം 7-8 മണിക്കൂർ ദൈവസ്ഥലത്തിൽ കരയുന്നവൻ മറ്റുള്ളവർക്ക് വേണ്ടി. ഓ ഹല്ലേലൂയ. എല്ലാ മാസവും 7 ദിവസം പൂർണ്ണമായി ഉപവസിക്കുന്നവൻ. ഓടി നടന്ന് ശുശ്രൂഷിക്കുകയല്ല, ഉപവസിച്ച് റിസീവ് ചെയ്തുകൊണ്ട് പോയി ദൈവജനത്തിന് കൊടുക്കുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ളവരെ കരത്തിൽ സ്തുതിച്ചാട്ടെ ഉറക്കെ. Praise the Lord. Praise the Lord. പാസ്റ്റർമാർക്ക് മാത്രമല്ല ഹല്ലേലൂയ ദൈവവേല ഉള്ളത്. അവൻ്റെ മക്കൾക്ക് സകലവർക്കും ദൈവവേല ഉണ്ട്. അപ്പനെ ഉയർത്തേണ്ടത് മൂത്ത മകന്റെ മാത്രം ചുമതലയില്ല. 10 പേര് വേണമെങ്കിൽ 10 പേരുടെ ഉത്തരവാദിത്തമാണ്. ഓ പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു, ആദിയിൽ ഹല്ലേലൂയ അവൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു. ഹല്ലേലൂയ ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. എന്നാൽ ഹല്ലേലൂയ വെള്ളത്തിന്മേൽ അവൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. The Spirit of the Lord was hovering over the water. It was hovering over the water. അത് പരിവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഈ രാത്രിയിൽ ഹല്ലേലൂയ അത് നിങ്ങളുടെ മുകളിൽ അത് പരിവർത്തിച്ചു കൊണ്ടിരിക്കുക. ഈ സിറ്റിയിൽ അത് പരിവർത്തിച്ചു കൊണ്ടിരിക്കുക. ഓ പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഭവനങ്ങളിൽ അത് പരിവർത്തിച്ചു കൊണ്ടിരിക്കുക യേശുവിന്റെ നാമത്തിൽ. ഓ പ്രൈസ് ദി ലോർഡ്. ദൈവം അത് കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ ഹല്ലേലൂയ ഇങ്ങനെ പറഞ്ഞു, വെളിച്ചം ഉണ്ടാകട്ടെ. Let there be light. Let there be light. There was light. അവനൊരു വാക്ക്, അവൻ വാക്കുകൊണ്ട് ലോകത്തെ ചമച്ചപ്പോൾ അവൻ കൈകൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങളെ ചമച്ചു. അവൻ വാക്കുകൊണ്ട്, by his word he created everything. But by his hand അവൻ തൻ്റെ കുഞ്ഞുങ്ങളെ അവൻ ഉരുവാക്കി. ഹല്ലേലൂയ. ഇപ്പോൾ അവൻ കൈകളാൽ പണിയാത്ത ഭവനം നമുക്ക് വേണ്ടി ഒരുക്കുന്നു. സന്തോഷമുള്ള ദൈവമക്കളെ കൈ സ്തുതിച്ചാട്ടെ യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. പ്രൈസ് ദി ലോർഡ്. ശൂന്യമായി കിടക്കുന്ന അവസ്ഥ കണ്ടിട്ട് ഓ പ്രൈസ് ദി ലോർഡ് അവൻ മനോഹരമായ ഭൂമി പാഴായും ശൂന്യമായി കിടക്കുന്ന അവൻ കണ്ടു. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ് മനസ്സറിഞ്ഞ ദൈവം മനോഹരമായ ചില തോട്ടം വെച്ച് പിടിപ്പിച്ചു. അവൻ ആകാശത്ത് നോക്കിയപ്പോഴും ഇരുട്ടിന്റെ അവസ്ഥയാ. ഹല്ലേലൂയ. ഇത് പോരാ. പ്രൈസ് ദി ലോർഡ്. വർണ്ണശബളമായ നക്ഷത്രങ്ങൾ വെച്ച് പിടിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രിയിൽ ഓ ഹല്ലേലൂയ നീ പറയുന്നുണ്ടോ, എൻ്റെ ജീവിതം ഫോംലെസ് ആയിരിക്കുക, എംപ്റ്റിനെസ് ആയിരിക്കുക, ഒരു ഫലവും ഞാൻ കാണുന്നില്ലല്ലോ കർത്താവേ എന്ന്. എൻ്റെ ശൂന്യമായ അവസ്ഥ ഒന്നും മാറുന്നത്, എന്ന് ഈ പാഴായ അവസ്ഥ ഒന്നും മാറുന്നത്. ഓ ലോർഡ് നീ ഇത് കാണുന്നില്ലയോ? റിമെമ്പർ മീ.
with your tender mercy, Lord, എന്ന് നിലവിളിക്കുന്നെങ്കിൽ ഈ രാത്രിയിൽ ദൈവം നിന്റെ ശൂന്യമായ അവസ്ഥയിൽ ദൈവം കൽപ്പിക്കാൻ പോകുകയാണ്. Let there be. നിന്റെ കുടുംബ ജീവിതത്തെ നോക്കട്ടെ, ദൈവം പറയുന്നു let there be. നിന്റെ തലമുറ നോക്കട്ടെ, ദൈവം പറയുന്നു let there be. നിന്റെ രോഗത്തെ ഭാരപ്പെടുന്നുണ്ടോ? ദൈവം നിന്റെ രോഗത്തെ നോക്കിട്ട് ഇങ്ങനെ പറയുന്നു let there be. യേശുവിന്റെ നാമത്തില് let there be. നിന്റെ ശൂന്യാവസ്ഥ മാറുക. 2015 കൂടി സഭയുടെ നിന്റെ ജീവിതത്തിലെ, കുടുംബ ജീവിതത്തിലെ, നിന്റെ തൊഴിലിന്റെ, സമ്പത്തിൻ്റെതായ ശൂന്യാവസ്ഥ ദൈവം മാറ്റിമറിക്കാൻ പോവുകയാണ്. അവൻ വിളിച്ച് ചില വരുത്തി തരാൻ പോവുകയാണ്. Let there be. സന്തോഷമുള്ള ദൈവമക്കൾ കരത്തെടുത്ത് സ്തുതിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ. കൈ തന്നെ കൈ അടിക്കാനാണ്. Let there be. Let there be. Let there be in the name of Jesus. Blood of Jesus. വചനമാ പറയുന്നത്, ഡോക്ടറിനല്ല. വചനം, വചനം, ജീവനുള്ള വചനം, ജീവിപ്പിക്കുന്ന ആത്മാവ്, ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ്. ഇതാ നീ പഠിക്കേണ്ടത്, ഇതാ കേൾക്കേണ്ടത്, ഇതാ പ്രസംഗിക്കേണ്ടത്, ഇതാ ജനത്തെ രൂപാന്തരം ഉണ്ടാക്കുന്നത്. Praise the Lord. Praise the Lord. Hallelujah. എൻ്റെ കുടുംബത്തിൽ ഞാൻ hallelujah ഞാൻ കൺവെർട്ട് ചെയ്യുന്ന പറഞ്ഞു. എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ കുടുംബ മനയിൽ നിന്ന് എന്നെ പുറത്താക്കി. മനയിൽ നിന്ന് പുറത്താക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ആകെ അഭയം ഉണ്ടായിരുന്നത് ഞങ്ങൾ 10 പേരിൽ ഞാൻ 8ാമത്തവനാണ്. അതിൽ എൻ്റെ 9ാമത്തെ സഹോദരി, ബേബി സിസ്റ്റർ, അവൾ ഞാൻ നല്ല ഇരട്ടകളെ പോലെയാ. അവൾ അന്ന് ഗൾഫിൽ അവളെ ഹസ്ബൻഡുമായിട്ട് ആയിരിക്കുന്നു. അവരവിടെ ബിസിനസ് നടത്തിയ അവളിങ്ങനെ എൻ്റെ പറയുണ്ടായി, പ്രൈസ് ദി ലോർഡ്, കൊച്ചേട്ടൻ എങ്ങും പോകരുത്, ഞങ്ങളെ വീട്ടിൽ താമസിക്കണം. പക്ഷേ ഞാനൊരു ഭാര്യയും അവിടെ താമസം തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. 2ാമത്തെ മുകളിൽ നിലയിൽ കംപ്ലീറ്റ് അവളെ ദൈവങ്ങളായിരിക്കുന്നത്. ഞങ്ങൾ താഴ്ന്ന നിലയിലാണ്. ഈ ദൈവങ്ങളോട് മുകളിലോട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകത്തേയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു സുപ്രഭാതത്തിൽ ലീവിന് വന്ന് ഒരാഴ്ചത്തേക്ക് ഞാൻ താഴെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൾ മുകളിലെല്ലാം അത്യുച്ചത്തിൽ ഞാൻ താഴെ ഇരുന്ന് ചിരിച്ചു. അവൾ പോയതിനു ശേഷം 21 ദിവസം ഞാൻ ഉപവസിക്കാൻ തുടങ്ങി. ഉപവസിക്കാൻ തുടങ്ങിയപ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഒരു മെസ്സേജ് വന്നു. എൻ്റെ പെങ്ങൾക്ക് മസ്കറ്റിൽ ഉറങ്ങുവാൻ കഴിയുന്നില്ല. വെളിച്ചം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എവിടെ പോയാലും അത് വെളിച്ചമായി തീരും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പക ഉറങ്ങാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്താ ഹല്ലേലൂയ. അവിടെ ദൈവങ്ങൾ ഇവിടെ ചെന്ന് മസ്കറ്റ് ചെന്ന് പറയുക, ഞങ്ങൾക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ല, അവിടെ തീയ 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 ഫയർ ഫയർ ടു പ്രൊട്ടക്ട് us. നീ ഞങ്ങളെ സഹായിക്കണം. അവൾ എണീറ്റു. ഹല്ലേലൂയ. ഇവിടെ ഫോൺ ചെയ്യുണ്ടായി. സ്തോത്രം. എൻ്റെ ഹല്ലേലൂയ മൂത്ത ചേച്ചിയുടെ മോൾ നീസ്, അവൾ മോളിൽ ചെന്നപ്പോഴത്തേക്ക് കംപ്ലീറ്റ് പടങ്ങളും പൊട്ടി, ഗ്ലാസ് പൊട്ടിയിരിക്കുക. കാര്യം എന്താണെന്നറിയാവോ? there is power in the name of Jesus. The power in the blood of Jesus. ഈ രാത്രിയിൽ ഹല്ലേലൂയ ആ വിഗ്രഹങ്ങളെ ശംഖുമുഖം ട്രിവാൻഡ്രത്ത്, ശംഖുമുഖം കടപ്പുറത്ത് ഒഴിക്കുന്ന പോലെ ഇന്ന് നിന്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പൊട്ടി മാറേണ്ടത് ചിലതുണ്ട്. നമ്മളത് പൊട്ടിച്ച് ഇന്ന് ഒഴുക്കുവാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. ചില ബന്ധനങ്ങൾ നിന്റെ ജീവിതത്തിൽ പൊട്ടുവാൻ പോവുകയാണ്. Let there be light in the name of Jesus. പ്രൈസ് 5 മിനിറ്റ് സമയം കൂടുതൽ എടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആർക്കും തടഞ്ഞു വയ്ക്കാൻ കഴിയത്തില്ല. ദൈവം നിന്നെ വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി നിന്റെ തലമുറ ദൈവം വിളിച്ചു വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അന്ധകാര ശക്തിക്കും തൊടുവാൻ കഴിയത്തില്ല. കല്ലറയെ പിളർന്നു വന്ന യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായ എൻ്റെ യേശുവിൻ്റെ രക്തമാണ് എന്നിലും നിന്നിലും ഉള്ളത്. അവൻ്റെ ആത്മാവാണ് എന്നിൽ നിന്നിലുള്ളത്. ഏത് ഗുഹയുടെ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവമുണ്ട്. ദാവീദ് വിളിച്ച് പറഞ്ഞതുപോലെ, ഓ പ്രൈസ് ദി ലോർഡ്. നീ വിചാരിക്കുക എനിക്ക് ശുശ്രൂഷ ഉണ്ടല്ലോ, എന്നാൽ എന്തെങ്കിലും സംഭവിക്കുന്നത്, എനിക്ക് സകല നന്മകളുണ്ട്, എന്നാൽ പുറത്ത് ഇറങ്ങുവാൻ കഴിയാത്ത അവസ്ഥയാണല്ലോ എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ദാവീദിനെ പോലെ ഓ പ്രൈസ് പ്രത്യാശയുള്ളവനായി അഭിഷേകത്തിൽ വിളിച്ചു പറയുക, നീ എൻ്റെ ദീപത്തെ കത്തിക്കുക. നീ എൻ്റെ കുടുംബ ജീവിതത്തിൽ അണിഞ്ഞിരിക്കുന്ന ദീപത്തെ നീ കത്തിക്കും. എൻ്റെ തലമുറയിൽ നീയുടെ ദീപത്തെ കത്തിക്കും. എൻ്റെ ശുശ്രൂഷയിൽ നീയുടെ ദീപത്തെ കത്തിക്കും. എൻ്റെ തൊഴിലിൽ നീയുടെ ദീപത്തെ കത്തിക്കും.
ഞാൻ ആത്മാവിൽ കാണുന്നു. ചില ഹല്ലേലൂയ ആ ദൈവം ഇവിടെ കത്തി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ആത്മാവിൽ കാണുന്ന നെയിം ഓഫ് ജീസസ്. വിളിച്ചു പറയേ, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കുമെന്ന് പറയേ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്ക് കൈയെടുത്ത് പറയേ, എൻ്റെ ദൈവമായ യഹോവ. അടുത്ത കൈയെടുത്ത് പറഞ്ഞാട്ടെ, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. വിളിച്ചു പറയേ, അടുത്തിരിക്കുന്നവർ വിളിച്ചു പറയേ, എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കാം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തോട് പാഞ്ഞു ചെല്ലും. കാര്യം എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ അഭിഷേകമുണ്ട്. കല്ലറയെ പിളർന്നു വന്ന യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായ യേശുവിൻ്റെ അഭിഷേകമുണ്ട്. ഒരു ശക്തിക്കും എന്നെ തടയുവാൻ കഴിയത്തില്ല. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. വിളിച്ചു പറയേ, എൻ്റെ ദൈവത്താൽ, വിത്ത് മൈ ഗാഡ്, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കാം. വിത്ത് മൈ ഗോഡ് ഐ കാൻ സ്കെയിൽ എ വാൾ. ലെറ്റ് ദെയർ ബി ലൈറ്റ്. Could you stand please? ഹല്ലേലൂയ. എല്ലാവരും കണ്ണടച്ചാട്ടെ. സമയത്തോടെ പെട്ടെന്ന് നിർത്തിയ റിസീവ് വെച്ചാൽ എല്ലാവരും അനുഗ്രഹിച്ചെന്ന് വിടുന്നത് ഞാൻ കണ്ടു. ആത്മാവിൽ തീയായി പെടുന്ന കത്തി തുടങ്ങി. ആ ദീപം കത്ത് ഞാൻ കണ്ടു. കണ്ണടച്ചോട്ടെ എല്ലാവരും. ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കാൻ പോകുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ബ്രദർസ്, can you play something? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കണ്ണടച്ചോട്ടെ എല്ലാവരും യാഗാര ഹൃദയത്തോടെ. ആരും ഇടത്തോടെ വളർത്ത് നോക്കില്ലേ. യേശു വന്നിട്ടുണ്ട്. യേശു നമ്മളെ മധ്യയിലുണ്ട്. ലോകത്തിൻ്റെ വെളിച്ചമായ യേശു ഇവിടെ വന്നിട്ടുണ്ട്. പത്രോസിനെ പുറത്തു കൊണ്ടുവന്ന, പൗലോസിനെ പുറത്തു കൊണ്ടുവന്ന, എന്തിനു പറയുന്നു, യോസഫിനെ കാരാഗ്രഹത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന, കുണ്ടറിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന, ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന, പൗലോസിനെ കടലിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന, പൗലോസിനും ശീലാസിനെയും ജയിലിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന, കല്ലറയെ പിളർന്ന യഹൂദ ഗോത്രസേവകൻ നിന്റെ മധ്യമുണ്ട്. സൗഖ്യത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുക. നീ വിചാരിക്കുന്നുണ്ടോ? പോയി നോക്കാം. പല മീറ്റിങ്ങിലും പോയതാ. ഈ ഹല്ലേലൂയ ഇവിടെ ഒന്ന് പോയി നോക്കാം. പല മരുന്നുകൾ കഴിച്ചതാ. ഡോക്ടർമാർ പലതും പറഞ്ഞതാ. പലരും പ്രാർത്ഥിച്ചതാ. ഇതൊരു വിടുതൽ കിട്ടിയില്ല. ഒന്ന് പരീക്ഷാർത്ഥം പോയി കളയാ എന്ന് ചിന്തിച്ച് വന്നിട്ടുണ്ടോ? എന്നാൽ നമ്മുടെ ആണിപ്പോഴുള്ള കരമിത നിന്റെ മേൽ പതിയുകയാ. Receive healing in the blood of Jesus. ഒന്നുകൂടെ, ഇതുവരെ അഭിഷേകം പ്രാപിക്കാത്ത ആളുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് മതി ദൈവത്തിൽ പ്രവർത്തിപ്പാൻ. ഹൃദയം നരിക്കൂടെ. ഒറ്റ സെക്കൻഡ്. നിറച്ച ഇങ്ങോട്ട് അയച്ചത് 22 മണിക്കൂർ ഞാൻ ട്രാവൽ ചെയ്ത് വന്നത് ഓടിപ്പോകാനല്ല. ഒഴിഞ്ഞിരിക്കുന്ന പാത്രം നിറയ്ക്കുവാൻ ദൈവം നിറച്ച അവന്റെ അഭിഷേകം എന്റെ മേലുണ്ട്. ഒന്നിനോട് സ്തുതിച്ചോട്ടെ. ഉറക്കെ സ്തുതിക്കണം. മൂന്നാമത്തെ പ്രാവശ്യം ആ തീക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസം ഏറ്റെടുക്കണം. ഒരു പുതിയ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. അങ്ങനെ സാധാരണ രീതിയിൽ എൻ്റെ ശുശ്രൂഷയിൽ ദൈവ അഭിഷേകം വരുന്നത്. ഒന്ന് ഉറക്കെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Receive fire, receive fire, receive fire, receive fire, because he is fire, he is blazing fire. അവൻ വാക്കുകൊണ്ട് രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ ശാസിച്ചു. അവൻ വാക്കുകൊണ്ട് ലോകത്തെ ചമച്ചപ്പോൾ അവൻ കൈകൊണ്ട് തൻ്റെ ജനത്തെ അവൻ മണിഞ്ഞു. ഇപ്പോൾ കൈകൾ പണിയാത്ത ഭവനം നമുക്ക് വേണ്ടി ഒരുക്കുന്നു. ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ കൺവെൻഷന് എന്നെ പ്രത്യേകിച്ച് ക്ഷണിച്ചതിൽ എൻ്റെ ദൈവത്തിന്, നിങ്ങളവിടെ ക്ഷണിപ്പിച്ചതിന് സർവ്വശക്തനായ ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു. അതിന് മുഖാന്തരം ഒരുക്കിയ ചില സഹോദരിമാരുടെ ഉണ്ട്, മറ്റു പലരുടെ ഉണ്ട്. പ്രിയ കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം സഭയെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.